അതുപോലെ തന്നെ ഡിസ്കോ മോബി എന്ന് വിളിക്കുന്ന ഒരുത്തരുണ്ട് ഞങ്ങളുടെ നാട്ടിൽ ആദ്യമായിട്ട് ബ്രേക്ക് ഡാൻസ് ഒക്കെ കൊണ്ടുവന്നത് അവനാ. ഡിസ്കോ മോബി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഈ പുഴു അടിക്കുക, മറ്റേ ഇത് ചില്ല്, ഇങ്ങനത്തെ ബ്രേക്ക് ഡാൻസിൻ്റെ ആളാണ്. ഇവൻ 4-വീലർ ലൈസൻസ് എടുക്കാൻ പോയപ്പോൾ ഇങ്ങനെ ലേണേഴ്സ് എടുക്കാൻ പോയപ്പോൾ RTO പുള്ളിയോട് ചോദിച്ച് എന്ത് ചെയ്യുന്നു, വെറുതെ ഞാൻ ബ്രേക്ക് ഡാൻസ് ഒക്കെയാണ്. ഓക്കെ, നമ്മൾ ഇങ്ങനെ കാണിച്ചാൽ എന്താണ് എന്ന് ചോദിച്ചു. ഉടനെ അവൻ പറയാ അങ്ങനെയല്ല സാർ, അത് ഇങ്ങനെയാന്ന്. ശരി, നവീന്റെ പെർഫോമൻസിലേക്ക് കടക്കുവാണ്. ഓൾ ദി ബെസ്റ്റ് നവീൻ. താങ്ക് യു ചേട്ടാ. ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നേ. എന്താണ്? സ്ക്രിപ്റ്റ് ഒന്നും ആയിട്ടില്ല. ചെറിയൊരു അസുഖമൊക്കെ കാരണേ സ്ക്രിപ്റ്റ് സെറ്റ് ചെയ്യാൻ പറ്റിയില്ല. കോട്ടൊരെണ്ണം സെറ്റ് ചെയ്ത് ഇങ്ങനെ പോന്നു. കോട്ടല്ല, ഇത് കോട്ടം. അല്ല, വേറെ ഒന്നല്ല, ചെറിയ അസുഖം വന്നാണ്. എന്താണ്? മടി കാരണം സ്ക്രിപ്റ്റ് എഴുതായിരുന്നത് ശരിക്കും ഇങ്ങോട്ട് ഗ്രൂമിങ്ങിന് വരണതിൻ്റെ തലേദിവസം രാത്രി 9:30 ആയിരുന്നു. കുറേ ആലോചിച്ചു, സംഗതി ഒന്നും വരണില്ല. അപ്പോൾ അവസാനം ഒരു കാര്യം ചെയ്യാം, നമുക്ക് കൗണ്ടർ മോഷ്ടിക്കാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് ഇവിടെ പിന്നെ പുതിയ കൗണ്ടറൊന്നും പറ്റില്ലല്ലോ. അതന്നെ ഇവിടെ പുതുതായിട്ട് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വളരെ പണ്ട് 60കളുടെ അവസാനം 70കളുടെ തുടക്കത്തിൽ അല്ലെങ്കിൽ ആ സമയത്ത് പ്രേം നസീർ സാർ, അടൂർ ബാസി സാർ ഇവരെല്ലാം കൂടെ അമേരിക്കയിൽ ഒരു ഷോയ്ക്ക് പോയിട്ട് അവരവിടെ സ്കിറ്റ് കളിക്കുന്നതിൻ്റെയും റിഹേഴ്സൽ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ അമേരിക്കയിലുള്ള താര ആർട്സ് വിജയൻ എന്ന് പറയുന്ന ആ ഷോ കൊണ്ടുപോയ സ്പോൺസറിൻ്റെ വീട്ടിൽ അതിൻ്റെ കാസറ്റ് ഉണ്ട്. പുള്ളി CD ആക്കി വെച്ചിട്ട് ഞാൻ ചെന്നപ്പം എനിക്കൊന്ന് ശാരദാമയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇവരെല്ലാവരും കൂടെ നിന്നിട്ട് സ്റ്റേജിൽ ഒരു സ്കിറ്റ് റിഹേഴ്സൽ ചെയ്ത് കളിക്കുകയാണ്. നമ്മുടെ ഇപ്പോഴും കളിക്കുന്ന സ്കിറ്റായിട്ട് ഒരു ബന്ധമില്ല. അന്നൊക്കെ ഇവരെ കണ്ടാൽ മതിയല്ലോ. അല്ല, ഞാൻ കണക്കൂട്ടുവാണ് നീ പറഞ്ഞു വരുമ്പോഴേ. അതായത് ഒരു 60-70 കാലഘട്ടത്തിൽ ഇവൻ എന്നായിരിക്കും ജനിച്ചതെന്ന് തരും. ഞാൻ 77 ഞാൻ അങ്ങനെ കണക്കൂട്ടി വരുവാ. അല്ല, അത് വലിയൊരു ഭാഗ്യം തന്നെ കേട്ടോ. അവരൊക്കെ വിജയേട്ടൻ എന്ന് പറയുന്ന ആള് ശിവാജി ഗണേശൻ, MGR മുതൽ ഞാൻ ധർമ്മജൻ വരെയുള്ള ആളുകളെ അമേരിക്കയിൽ കൊണ്ടുപോയിട്ടുള്ള ഒരാളാണ്. MGR കേരളത്തിൽ വന്ന് അറ്റൻഡ് ചെയ്ത ഒരേ ഒരു കല്യാണം അദ്ദേഹത്തിൻ്റെ കല്യാണമാണ്. എന്നിട്ട് MGR ഇവർക്ക് യാത്ര ചെയ്യാൻ കാറ് കൊടുത്തിട്ട് ഈ കാറും കൊണ്ട് എവിടെയും പോകാൻ പറ്റണില്ല, ഈ നമ്പർ കാണുമ്പോൾ റോഡ് സൈഡിൽ ആൾ കൂടുക എന്ന് പറഞ്ഞിട്ട് അന്ന് തന്നെ കാറ് തിരിച്ചു കൊടുത്തിട്ടുള്ള ഒരാളാണ് വിജയൻ ചേട്ടൻ എന്ന് പറയുന്ന ആൾ. അത്രയും വലിയ ആളാണ്. ഇന്ത്യക്ക് പുറത്ത് ആദ്യമായിട്ട് മലയാള സിനിമ പ്രദർശിപ്പിച്ച ആളാണ് ഈ വിജയൻ എന്ന് പറയുന്ന ഞാൻ പറയുന്ന. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അന്ന് ഇവിടെ വന്ന് ഫിലിം ബോക്സ് ചുമന്ന് അവിടെ കൊണ്ടുപോയിട്ട് ആദ്യമായിട്ട് അമേരിക്കയിൽ മലയാളം സിനിമ പ്രദർശിപ്പിച്ച ദിവസം ഇത് കാണാൻ വേണ്ടി നേഴ്സുമാരെല്ലാം കൂടി ലീവ് എടുത്തിട്ട് പിറ്റേ ദിവസം പത്രത്തിൽ വന്നു 1600ഓളം മലയാളി നേഴ്സുകൾ ഒറ്റയടിക്ക് ലീവ് എടുത്തു. എന്താ കാര്യം എന്നുള്ളത് അറിയില്ല എന്ന് പറഞ്ഞിട്ട് സിനിമ കാണാൻ വേണ്ടി പോയതാണ്. അതിൽ ഞാൻ ഓർക്കുന്നുണ്ട്, ഇവർ വന്നിട്ട് നസീർ സാറ് വന്നിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ വന്നിട്ട് സ്റ്റേജിൽ നിന്ന് വൈഫിനോട് പറയും വടി എന്ന് പറയും. അപ്പം ഒരു റേസർ കൊണ്ട് കൊടുക്കും. ഞാൻ കുത്തി നടക്കുന്ന വടിയാണ് നിന്നോട് ചോദിച്ചത്, ഞാൻ ഓർത്തു വടിക്കാനാണെന്ന്. കഴിഞ്ഞു. ഇതുപോലത്തെ സ്കിറ്റുകളൊക്കെ അവതരിപ്പിക്കുന്ന ഷോയുടെ ഇത് കാണാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. ഈ ഒരു അവസരത്തിൽ പറഞ്ഞു എന്നുള്ളൂ. ഈ നാട്ടുകാരൊക്കെ പറയും മോഷണം ഒരു കലയാണെന്ന്. അപ്പോൾ എൻ്റെ നാട്ടിലുള്ള ഒരു ചേട്ടൻ, പുള്ളി ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് മ്യൂസിക് ഡയറക്ടറായി. ഇതിനിടയ്ക്ക് പുള്ളി പറഞ്ഞു, ഞാൻ എല്ലാവരും ഈ പാട്ട് കേട്ട് ചിരിക്കണോണ്ട് ഞാൻ കുറച്ച് സെൻറ്റി പാട്ടുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഗംഭീര സാധനമുണ്ട്. അതായത് ഒരു പെണ്ണ് പയ്യനെ തേച്ചിട്ട് പോയി, പയ്യൻ മരിക്കുന്നതിന് മുമ്പ് പെണ്ണിനെ ആലോചിച്ച് പാടുന്നൊരു പാട്ടാണ്. നീ കേട്ട് നോക്കും, നിനക്ക് കരച്ചിട്ട് വരും, ഉറപ്പായിട്ട് നീ കരയാം. പാട്ട് ഇതാണ്: പുഞ്ചിരിയോ നിൻ കവിളിൽ വഞ്ചനയോ പൊന്മകളെ. അതന്നെയാണ്. സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ. ഞാൻ ചോദിച്ചു, ചേട്ടാ ഇത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു പാട്ട് മോഷ്ടിച്ച് കഴിഞ്ഞാൽ ചേട്ടന് എന്ത് കാര്യമാണിത്? ചേട്ടൻ പറഞ്ഞു, ഇത് ഒരിക്കലും മോഷണം എന്ന് പറയാൻ പാടില്ല, അത് തെറ്റാണ്. പിന്നെന്താണ്, ഇതാണ് ഇൻസ്പിറേഷൻ. അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി, കലാരംഗത്തെ മോഷണത്തിനുള്ള ഫ്രീക്ക് പേരാണ് ഇൻസ്പിറേഷൻ. ഈ കള്ളന്മാരുടെ കാര്യത്തിൽ കുറച്ച് മനസാക്ഷിയുള്ള കള്ളന്മാരുണ്ടാവും. ഞങ്ങളുടെ നാട്ടിൽ മോഷണം സ്ഥിരം ഒരു പതിവായി. അപ്പോൾ സ്റ്റേഷനിൽ ഒരുപാട് പരാതികൾ പോയി. SI പുതിയ ആളാണ്. അപ്പോൾ SI വെല്ലുവിളിച്ചു, ഞാൻ ഇന്ന് ഈ കള്ളനെ പിടിച്ചിരിക്കും എന്ന് പറഞ്ഞാൽ SI ഒറ്റയ്ക്ക് പെട്രോളിങ്ങിന് ഇറങ്ങി. രാത്രി പെട്രോളിങ്ങിന് ഇറങ്ങി കറക്റ്റായിട്ട് കള്ളനെ കണ്ടു. കള്ളൻ്റെ പുറകെ ഓടി, കള്ളന് നാട്ടിലത്തെ വഴികൾ ഫുള്ളായിട്ട് അറിയാമല്ലോ. അപ്പോൾ കള്ളനോടി. SIക്ക് ഇത് തീരെ പരിചയമില്ല. ഒരു വലിയ കുഴി ഉണ്ടായിരുന്നു, കള്ളനത് ചാടിപ്പോയി. SI കറക്റ്റായിട്ട് കുഴിയിൽ വീണു. ഒറ്റയ്ക്കാണെന്ന് ആലോചിക്കണം, ഒരാളും രക്ഷിക്കാനില്ല. പക്ഷെ കള്ളൻ മനസാക്ഷിയുള്ളവനാണ്. തിരിച്ചു വന്നു. SIയെ പിടിച്ച് വലിച്ച് പതുക്കെ കയറ്റി ആശ്വസിപ്പിച്ചു. കുഴപ്പമുണ്ടോ സാർ? ഒരു കുഴപ്പമില്ല. കള്ളനോടി.